ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സീരീസിലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അടപ്രഥമനാണ്. അപ്പോൾ സദ്യയിൽ ഒഴിവാക്കാനാകാത്ത ഒരു ഐറ്റം ആണ് ഈ ഒരു അടപ്രഥമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ തയ്യാറാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം അളവിൽ അടയാണ് എടുത്തിട്ടുള്ളത്. അരിയിലുള്ള അടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെന്ത് വരാനായിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരേക്കും നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അട വേവിക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1-2 സ്പൂൺ അളവിൽ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അട കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അട ചേർത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇടവിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ അട നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ അട നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി നമ്മുടെ അടയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരയും കൂടി ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 450 ഗ്രാം അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് 400 ഗ്രാം അളവിൽ ശർക്കര എടുത്താൽ മതിയാവും. 200 ഗ്രാം അളവിൽ അട എടുക്കുമ്പോഴത്തേക്കും 400 ഗ്രാം അളവിൽ ശർക്കര കറക്റ്റായിട്ടുള്ളൊരു മധുരമായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കാനായിട്ടൊന്ന് വെക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രഥമന് വേണ്ടിയിട്ടുള്ള ചവ്വരി കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചവ്വരി ഞാൻ അരക്കപ്പ് അളവിൽ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് ചവ്വരി നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന ടൈപ്പ് ചവ്വരിയാണ്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ചവ്വരി ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ചവ്വരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചവ്വരി ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ശർക്കരയും അതുപോലെ തന്നെ ചവ്വരിയൊക്കെ ഒന്ന് വേവിച്ചെടുത്ത സമയം കൊണ്ട് തന്നെ നമ്മുടെ അടയും നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് ഈ അടയൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം ഈ അട നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള അട നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് പച്ചവെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് 2-3 പ്രാവശ്യം പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പ്രഥമൻ ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉരുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങാ കഷ്ണങ്ങളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാ കഷ്ണങ്ങൾ നമുക്കൊരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. തേങ്ങാ കഷ്ണങ്ങൾ ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഈ ഒരു നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം തേങ്ങാ കഷ്ണങ്ങളൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്നെടുത്ത് മാറ്റിയതിന് ശേഷം ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു കൈപ്പിടി അളവിൽ കാഷ്നട്ടാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഓൾറെഡി നെയ്യ് നല്ല ചൂടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാഷ്നട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നോളും. ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി അളവിൽ ഉണക്കമുന്തിരി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മുന്തിരി എല്ലാം തന്നെ നന്നായിട്ടൊന്ന് വീർത്ത് വരുന്ന സമയം വരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു നെയ്യിൽ നിന്നെടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള അട കൂടെ ഒന്ന് ചേർത്ത് ഒരു 5 മിനിറ്റ് നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഓൾറെഡി ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ്. അപ്പോൾ ശർക്കര പാനി അരിച്ച് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു സമയം തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചവ്വരി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ചവ്വരിയും അടയും ഒക്കെ ശർക്കരയിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ശർക്കരയുടെ മധുരമൊക്കെ അടയിലും അതുപോലെ തന്നെ ചവ്വരിയിലും നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്നവരേക്കും നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. മധുരമൊക്കെ അടയിലും അതുപോലെ തന്നെ ചവ്വരിയിലും ഒക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു ശർക്കര പാനി ഒന്ന് കുറുക്കി എടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് നന്നായിട്ടൊന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 2 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 2ാം പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2ാം പാല് ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ 2ാം പാലും നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് എത്ര തിക്നെസ്സിലാണോ നമ്മുടെ ഈ ഒരു പ്രഥമൻ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് 2ാം പാല് കൂടെ ഒന്ന് ചേർത്തൊന്ന് കുറുക്കി എടുക്കാം. 2 തേങ്ങ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ 2ാം പാലും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു അല്പം കൂടെ ഒരു 5 മിനിറ്റ് കൂടെ തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്കൊരു അല്പം കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഞാനിത് ഈ ഒരു പരുവത്തിലാണ് ഒന്ന് കുറുക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്
ഒന്നാം പാലാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള 1 ഗ്ലാസ് അളവിൽ ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും ഉണക്കമുന്തിരിയും അതുപോലെ തേങ്ങാക്കുത്തും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സദ്യക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.